കുറെ ലോസ് ഉണ്ട് നമുക്ക് മലയാളം സിനിമയ്ക്ക്. ഇപ്പോൾ പപ്പു സാറാവട്ടെ, കുറേ ആൾക്കാരുണ്ട്. സോ പേഴ്സണലി രൂപേഷ് ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ രൂപേഷ് ആസ് എ പേഴ്സൺ ഹു ലവ് സിനിമ, എല്ലാവരും ലോസ് നമുക്ക് ഭയങ്കര വിഷമാണ്. പക്ഷെ നമുക്കൊരു ഫേവറേറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ചോദിക്കുമ്പോൾ ആരായിരിക്കും ലൈക്ക് വലിയൊരു ലോസ് ആണിത് മലയാളം സിനിമയ്ക്ക് എന്ന് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ? ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ കാലം കൊണ്ട് മരിച്ചുപോയ വലിയ ആർട്ടിസ്റ്റ് കണ്ടു എനിക്ക് ഞാൻ പറയും. ബർത്ത് ഇസ് എ റിയാലിറ്റി, ഡെത്ത് ഇസ് എ റിയാലിറ്റി അല്ലേ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ദേ സോൾ റെസ്റ്റ് ഇൻ പീസ് ഞാൻ പറയുള്ളൂ. എന്നെ പേഴ്സണലി ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത്, എന്നെ ഷാറ്റർ ചെയ്തത് ശ്രീനേട്ടൻ്റെ ഇതാണ്. ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളുടെ ഒരു ഐ വോണ്ട് കോൾ ഇറ്റ് എ ലോസ് ബിക്കോസ് ഈ സ്റ്റിൽ ഇൻ റിക്കവറി സ്റ്റേജ്. അപ്പോൾ മൂപ്പര് എൻ്റെ വലിയൊരു പ്രാർത്ഥനയാണ്. മൂപ്പര് എന്താ പറയാ ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്തിട്ട്. ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ് ലൈക്ക് ഫസ്റ്റ് സിനിമയിലും അതുപോലെ തന്നെ സെക്കൻഡ് സിനിമയിലും വന്നൂല ആള്. ഹൗ വാസ് അപ്രോച്ച്? ഞാൻ പറയട്ടെ, എൻ്റെ ഏറ്റവും ഇഫ് യു ആസ്ക് മീ എൻ്റെ ഫേവറേറ്റ് റൈറ്റേഴ്സ് ആരാണെന്ന് ചോദിച്ചാലും നമ്പർ 1 ഇസ് ലോഹിദാസ്, രണ്ടാമത് ശ്രീനിവാസൻ, മൂന്നാമത് പത്മരാജൻ. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ എനിക്ക് 3 ലിസ്റ്റുള്ളൂ. 3 ഫേവറേറ്റ് റൈറ്റേഴ്സ് ഇതാണ്. ഈ വേറെ ഇഷ്ടംപോലെ റൈറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് മലയാളത്തിലെ ഏറ്റവും ബ്രില്യൻ റൈറ്റേഴ്സ് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യം ലോഹി സാറ്, പിന്നെ ശ്രീനേട്ടൻ, പിന്നെ പത്മനാഭൻ സാർ. ഇങ്ങനെയാണ് ഞാൻ പറയാം. അപ്പോൾ ശ്രീനേട്ടൻ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്തിട്ട് അഭിനയിക്കാൻ വേണ്ടി മുമ്പ് വായിച്ചിട്ട് ഒരു കഥ കേട്ടു. പിന്നെ ചേർത്തോണ്ടിരിക്കും. മൂപ്പര് സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചിട്ടുണ്ട്. ചോദിച്ചു, കുറച്ച് ഡൗട്ട് ചോദിച്ചു. അതിങ്ങനെ ഒന്നിങ്ങനെ ശരിയാവും, ഇങ്ങനെ ഒന്നിങ്ങനെ ശരിയാവും, സോൻസോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സോൻസോ എന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് ചോദിച്ചു എന്തിനാ ഈ സീൻ എന്തിനാന്ന് ചോദിച്ചു. കാരണം ആ സീൻ, ഞാൻ പറഞ്ഞു ആ സീൻ എന്തിനാന്ന് വെച്ചാൽ ഈ പോലീസ് ഇൻസ്പെക്ടർ ബ്രില്യൻസ് കാണിക്കേണ്ട സീനാണ്. ഞാനല്ലല്ലോ നായകൻ, പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനത്തെ ഇമ്പോർട്ടൻസ് എനിക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നായകൻ, ഞാൻ പറഞ്ഞു ഈ സിനിമയിൽ ആരും നായകന്മാരല്ല. സി ഇഫ് യു ലുക്ക് അറ്റ് വൺ തിങ്, തീവ്രത്തിൽ ആരാ നായകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പറയണ ക്യാരക്ടർ ഡ്രിവൺ മൂവിയാണ്. സത്യം, ശരിക്കും മനസ്സിലായോ? പക്ഷെ നമ്മളിപ്പോ നാട്ടുകാരോട് കാണുമ്പോൾ ദുൽഖർ സൽമാൻ നായകൻ എന്ന് പറയുള്ളൂ. പക്ഷെ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നായകൻ നായികയല്ല ശ്രീനേട്ട. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇതിലൊരു ക്യാരക്ടർ എടുത്ത് മാറ്റി സിനിമ ഉണ്ടാവില്ല. ഇപ്പോൾ ഇൻസ്പെക്ടർ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തീവ്രത്തിനടുത്ത് മാറ്റിയാൽ പിന്നെ കഥയില്ല, കഥ പോട്ടെ. ഇപ്പം ഇയാൾ ഒരു പൊട്ടനായ പോലീസ് ഓഫീസർ, ഈസ് എ ബ്രില്യൻ പോലീസ് ഓഫീസർ. അയാൾ ഒറ്റ പ്രശ്നമുണ്ട്, ബ്ലഡ് കണ്ട അയാൾക്ക് തളറും. മനസ്സിലായോ? അപ്പൊ അയാൾ ക്രൈം സീനിലോട്ട് പോവാണ്ട് തന്നെ അയാൾ കണ്ടുപിടിക്കും. ബ്രില്യൻസ്. അപ്പൊ എനിക്ക് ഒരു സാധനം നേരത്തെ ഒരു ഇൻസിഡന്റ് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇയാൾക്ക് ആരും ഇൻഫർമേഷൻ പറഞ്ഞാൽ നേരെ അങ്ങോട്ട് കയറി ചെല്ലുന്നല്ല, അയാളെ സറൗണ്ടിങ്സിൽ പോയി മൊത്തത്തിൽ അന്വേഷിച്ചിട്ടായിരിക്കും അങ്ങോട്ട് കയറി ചെല്ലുക. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് കാര്യം പിന്നെ ഒരു സംശയമില്ല, ഒരു ഡൗട്ടിൽ ഒന്നുമില്ല. സാധാരണ ഞാൻ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, ശ്രീനിവാസൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ മൂപ്പര് സ്ക്രിപ്റ്റിൽ കൈ കടത്തും, മൂപ്പര് മൊത്തത്തിൽ പൊളിച്ചു മാറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമയായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ സ്ഥിരം കേൾക്കുന്ന കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഈ കഴിഞ്ഞ 2 സിനിമയിലും ശ്രീനേട്ടൻ അത് വേണ്ട ഇത് വേണം എന്ന് പറഞ്ഞിട്ടില്ല. സീറോ ഇൻഡിഫറൻസ്. അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് പ്രൊഡ്യൂസർ ആ ചാനൽ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എന്നോട് ഒരു വൺ സീൻ എക്സ്ട്രീംലി ഹാർഷ് ഇൻ റൈറ്റിംഗ്. അത് എന്താ പറയുക, ഒരു സ്ത്രീ നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിലുണ്ട്. അതിൻ്റെ ഒരു ക്ലൈമാക്സിലോട്ട് ഭയങ്കര ഹാർഷായിട്ടാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. അപ്പം എന്നോട് പറഞ്ഞോളാം ഇതൊന്ന് ടോൺ ഡൗൺ ചെയ്യുന്നു പറഞ്ഞു. ടോൺ ഡൗൺ ചെയ്യുന്നു. അപ്പം ഞാൻ പറയാം എന്തിനൊന്നും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വില്ലൻ ക്യാരക്ടർ അല്ലേ? അല്ല, നീ നിന്റെ എക്സ്പ്ലനേഷനൊക്കെ എനിക്കറിയാം. ഇങ്ങനെ ശ്രീനേട്ടൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ എക്സ്പ്ലനേഷനൊക്കെ എനിക്കറിയാം, നീ പറഞ്ഞ കറക്റ്റ് കാര്യം, വില്ലൻ ക്യാരക്ടറാണ്, അതെൻ്റെ ഒരു ആ പെൺകുട്ടിയുടെ ക്യാരക്ടറിൻ്റെ ഡൗൺഫോൾ അങ്ങനെ ആവുന്നതിൽ തെറ്റില്ല. പക്ഷേ യുവർ റൈറ്റിംഗ് ഇസ് വെരി ഹാഷ്, അത് ചെയ്യരുത്. ബിക്കോസ് നീ അത് ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് നീ അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ആ സമയത്ത് കിട്ടിയെന്ന് വരും, പക്ഷേ ദാറ്റ് മൈ ട്രിഗർ ലോട്ട് ഓഫ് പീപ്പിൾ. അത് അങ്ങനെ ചെയ്യരുത്. സോ ടോൺ ഡൗൺ എന്ന് പറഞ്ഞു. ഇറ്റ്സ് എ വാലിഡ് പോയിന്റ്. മനസ്സിലായി? അപ്പം ഞാൻ പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ പറഞ്ഞ ശരിയാണെങ്കിൽ അന്നും തോന്നി, ഇപ്പോഴും തോന്നുന്നുണ്ട്. സോ ഐ ടോൺ ഡൗൺ. ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് ആ സീനെ ഞാൻ വെട്ടി, ഞാൻ വേറെ പുതിയ സീൻ എടുത്തു. ആ സീൻ മൊത്തത്തിൽ വെട്ടി കളഞ്ഞിട്ട് ഐ ക്രിയേറ്റഡ് എ ന്യൂ സീൻ. പക്ഷേ ഐ ടോൺ ഡൗൺ ബിഗ് ടൈം. അപ്പോൾ ആ ഒരു സാധനം അങ്ങനെ ചെയ്തു. അപ്പോൾ ശ്രീനേട്ടൻ ഓക്കെ അങ്ങനെയല്ല, മൂപ്പര് അത് പറഞ്ഞത് ഞാൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയില്ല, എൻ്റെ ഒന്നും പറയില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ബ്രൂട്ടസ് ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഏതൊരു ഫിലിം മേക്കർ ശ്രീനേട്ടനെ കാണാൻ വേണ്ടി വന്നിട്ട് എന്താ പറയുക, മൂപ്പര് ഭയങ്കര അപ്സെറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് മൂപ്പര് എന്നോട് ചോദിക്കുക നീ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ, മൂപ്പര് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. യു ബി ഓണസ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. യു ബി ഓണസ്റ്റ് വിത്ത് ദം. ഇതാണ് എൻ്റെ സിനിമ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ സാധിച്ചില്ല. അപ്പോൾ യെസ്, പ്രശ്നമുള്ളൂ. എനിക്ക് ക്ലാരിറ്റി ഉണ്ട്, എനിക്ക് എൻ്റെ ജഡ്ജ്മെന്റ് തെറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ശ്രീനേട്ടൻ വിശ്വാസമുണ്ട്. സോ ദാറ്റ്സ് വൈ വി വെന്റ് ത്രൂ.
അപ്പോൾ അതാ ശ്രീനേട്ടൻ എനിക്ക് തന്ന ഏറ്റവും വലിയ ലെസൺ എന്ന് അറിയും, നമുക്ക് നമ്മുടെ സ്വന്തം സിനിമ കണ്ടിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാരിങ്ങനെ കണ്ടിരിക്കും. അത് വലിയ സത്യം. അത് വലിയ fact ആണ്. അപ്പൊ ഞാൻ അതാണ് എന്റെ സിനിമയിലത്തെ കിട്ടിയ ഏറ്റവും വലിയ അഡ്വൈസ്. അത് തീവ്രത്തിന് ശേഷം Is that the biggest advice that you got? Biggest advice അല്ലേ? സിനിമയിൽ. കാരണം വെച്ചാൽ സത്യമാണ്. ഞാൻ അതാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, തീവ്രത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ബിക്കോസ് ഓഫ് മൈ റൈറ്റിംഗ് വാസ് ബാഡ്, അത് എനിക്ക് അവസാനം മനസ്സിലായുള്ളൂ. ഐ കാൺ ഡു എനിത്തിങ്, അത് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ശ്രീനേട്ടൻ അതിന് ശേഷം എടുത്ത് പറഞ്ഞേ, ഈ എന്താ പറയുക, നമുക്ക് പോലും കണ്ടിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ ഇങ്ങനെ കണ്ടിരിക്കും, വലിയ കാര്യം. അപ്പോൾ അത് ഞാൻ ഫോളോ ചെയ്തിട്ടാണ് യൂട്യൂബ് പ്രൊഡ്യൂസ് ചെയ്തത്. ഐ ആം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ഇപ്പം അടുത്ത് ചെയ്ത സിനിമയും ഞാൻ ആ സാധനം തലയിൽ വെച്ചിട്ടാണ് ഞാൻ എഴുതിയതും ഷൂട്ട് ചെയ്തതും ഒക്കെ. അപ്പോൾ എനിക്കറിയാം, ഇഫ് സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം സീൻ ഇസ് ബാഡ്, ഐ സെ ടേക്ക് ഇറ്റ് ഓഫ് എന്ന് പറയും. കാരണം വെച്ചാൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ്, ടേക്ക് ഇറ്റ് ഓഫ്. കാരണം നമുക്ക് സഹിച്ചിരിക്കാൻ വലിയ നാട്ടിൽ ഇങ്ങനെ സഹിക്കുന്ന തിയറി എൻ്റെ തല്ല എപ്പോഴും ഉണ്ട്. അപ്പം അത് പക്ഷേ എനിക്ക് ശ്രീനേട്ടൻ ഐ പ്രേ ഫോർ എവറി ഡേ. മൂപ്പര് തിരിച്ച് ഫുൾ സ്വിങ്ങിൽ വരണം എന്നാണ് എൻ്റെ ഏറ്റവും ആഗ്രഹം. കാരണം ഈസ് റിക്കവറിങ്. പണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ശ്രീനേട്ടൻ എന്താ പറയാ, ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഹീസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. But I guess he's lucky because your prayer ഉണ്ടല്ലോ, എത്രയോ ആൾക്കാരുടെ prayer ഉണ്ട്. ഉണ്ട്, എല്ലാവരും ഉണ്ട്. സത്യനന്ദിക്കാട് സാർ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ട് അങ്ങനെയായിട്ട്. ഞാൻ സ്റ്റേയുണ്ട് ഇങ്ങനത്തെ കേസ് ഞാൻ ഇത് പോയി കണ്ടിട്ടില്ല കേട്ടോ, ഇതുവരെ കണ്ടില്ല. ഈ അവസ്ഥയിൽ ഞാൻ പോയി കണ്ടിട്ടില്ല. അതെന്താ? അത് എനിക്ക് പറ്റില്ല, ഞാൻ ഐ ബ്രേക്ക് ഡൗൺ. അയ്യോ It's fine. ഞാൻ എപ്പോഴും ധ്യാനോട് പറയാറുണ്ട്, പറ്റില്ല എന്ന് പറയും, എനിക്ക് പറ്റില്ല എന്ന് പറയും. കാരണം ഐ മീൻ വേറെ ഒന്നുമല്ല, എനിക്ക് അത്രയ്ക്ക് ഭയങ്കര കണക്ഷൻ അല്ലേ. എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമ ചെയ്യാൻ വരുമ്പോഴും ലൈക്ക് നമ്മൾ സ്ക്രിപ്റ്റിംഗിലാവട്ടെ ഡിറക്ഷനിലാവട്ടെ അപ്പൊ തന്നെ ആള് ഈ ഒരു അഡ്വൈസ് നമ്മുടെ മൈൻഡിൽ വരില്ലേ. വെരി നൈസ് മാൻ. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, അങ്ങനെ കാര്യം പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം. എനിക്ക് റിക്കവറിങ്, ഐ ആം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഞാനെപ്പോഴും വിനീനോട് ചോദിക്കാറുണ്ട്, ധ്യാനോട് ചോദിക്കാറുണ്ട്, ഹൗ is he and stuff like that. So he's fine, he's recovering. He's another. Definitely he'll be very fine, very soon. Let's see. Yeah, let's see. Okay? Yeah, അതൊന്നുമില്ല. വേറെ ചോദിച്ചു. Okay. ആക്ടർ ആൻഡ് ഡയറക്ടർ ഈ രണ്ട് റോൾ ലൈക്ക് ഡെഫിനറ്റ്ലി സിനിമ ഡിപ്പാർട്ട്മെന്റിലാണ്. രൂപേഷ് ആസ് എ പേഴ്സൺ ഏത് പൊസിഷനാണ് എൻജോയ് ചെയ്യുന്നത് വൈൽ വർക്കിംഗ്? ആസ് എ ഡയറക്ടർ ആണോ ആക്ടർ ആയിട്ടാണോ? അത് ആക്ടർ മാത്രമായിട്ട് പോകുമ്പോഴേ സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറടിയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെന്താ കേസ് നമ്മൾ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് പിന്നെ വി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. നമ്മൾ അപ്പുറത്ത് പോയിട്ട് കസേരയിൽ ഇരിക്കുക, പിന്നെ അവരടുത്ത സാധനം സെറ്റ് ചെയ്യുന്നവരെ നമ്മൾ വെറുതെ ഇരുന്നേ പറ്റും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ബോറടിയാണ്. പക്ഷേ മറിച്ച് എന്താ പറയുക, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഐ എം ഓൾവേസ് ഓൺ മൈ ടൂൾസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സീൻ കമ്പോസ് ചെയ്യുന്നു, നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, ഉടനെ അടുത്ത സീൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രാവിലെ തുടങ്ങുന്നത് മാത്രം ഓർമ്മയുണ്ടാവുള്ളൂ, പാക്കപ്പ് വരെ ഇങ്ങനെ ഒരു ബഹളമായിരിക്കും, ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അപ്പം മറ്റേത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് എൻജോയ് ആക്ടിങ് ആണ്. പക്ഷെ അഗെയിൻ ദ പ്രോബ്ലം ഇസ് ലൈക്ക് നമ്മൾ വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് ട്രസ്റ്റ്ലെസ് ആയി പോകും ചിലപ്പോൾ. സോ ഐ മീൻ രണ്ടും നല്ലതാണ്. അഗെയിൻ ഇപ്പോൾ ചാലഞ്ചിങ് ക്യാരക്ടർ തരികയാണെന്നുണ്ടെങ്കിൽ if you have a lot to prepare and then act and all, that's a different thing. Right. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഡയറക്ഷൻ ഐ പ്രിഫർ എവറിത്തിങ്. ദ ഹോൾ പോയിന്റ് ഇസ്, ഇപ്പോൾ ഞാനിപ്പോൾ ഡയറക്ഷനും അല്ല ഒന്നുമല്ല പ്രൊഡക്ഷൻ നോക്കാന്ന് പറഞ്ഞാൽ ഐ ഹാപ്പിലി ഡു ദാറ്റ് ഓൾസോ. നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു ബി ഇൻ എ മൂവീസ്, അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഡിസ്കഷൻ പ്ലാനിങ് സോ ഐ മീൻ ഇപ്പോൾ ഐ ക്യാൻ ബി എ പാർട്ട് ഓഫ് എനി വേ. ഐ മീൻ ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ അത് ചെയ്യും, ഡയറക്ഷനോ റൈറ്റിംഗ് ആണെങ്കിലും ചെയ്യും, അഭിനയിക്കുകയും ചെയ്യും, അങ്ങനെ അതാണ്. സോ ഐ ജസ്റ്റ് വോണ്ട് ബി ഇൻ സിനിമ. ഓക്കെ.